ഇന്ധനവില തുടർച്ചയായി വർദ്ധിപ്പിച്ച് ജനജീവിതം ദുസ്സഹമാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPIM ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. പൊന്നാനി ഏരിയ കമ്മിറ്റി കുണ്ടുകടവ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രക്ഷോഭ പരിപാടി P. നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ രൂക്ഷമായ ഈ വിലക്കയറ്റത്തിനും ദുസ്സഹമായ ജീവിതത്തിനും അടിസ്ഥാനമായി ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രഖ്യാപനം യുദ്ധത്തിന്റെ പ്രശ്നമാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇത്രയും വില വരാനുള്ള കാരണം ഇറാൻ അമേരിക്ക യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന രൂപത്തിലേക്ക് മാത്രമാണ് ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ നടന്നിട്ടുള്ള യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സുഗമമായി കൊണ്ടുവരുന്ന തടസ്സമുണ്ടായിട്ടുണ്ട്. അതിന്റെ ഫലമായി വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ അത് മാത്രമാണോ കാരണം? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിന് അടിസ്ഥാനപരമായ നിരവധി പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പൊ പെട്രോളിന് വില 115 രൂപയാണ്. ഒരു ബാരൽ എണ്ണയ്ക്ക്, ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ 159 ലിറ്ററാണ്. ആ 159 ലിറ്റർ എണ്ണയ്ക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിനകത്ത് ഇപ്പൊ ഉള്ളതിനേക്കാട്ടും വില കൂടുതലുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2014 മോദി അധികാരത്തിൽ വരുമ്പോൾ അന്ന് $108 ആയിരുന്നു ഒരു ബാരൽ എണ്ണയ്ക്ക്. അന്ന് നമ്മുടെ രാജ്യത്തിൽ വിറ്റിരുന്ന പെട്രോളിന്റെ വില 71 രൂപയായി. അന്ന് നമ്മുടെ നാട്ടിൽ വിറ്റിരുന്ന ഡീസലിന്റെ വില 56 രൂപയായിരുന്നു. ഇന്ന് 115 രൂപയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിലെ വില കൊണ്ട് മാത്രമാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ തെറ്റാണ് അത് പ്രകടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ പലപ്പോഴും വില കൂടിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. CP മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. MM നാരായണൻ, സുരേഷ് കാക്കനാഥ്, P. ഇന്ദിര എന്നിവർ സംസാരിച്ചു. MA ഹമീദ് സ്വാഗതവും K. ദിവാകരൻ നന്ദിയും പറഞ്ഞു.